വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു ആർ ലിസ്ണിംഗ് ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം, കൊല്ലത്തെ നമ്പർ 1 ടൈൽ ഷോപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 7 അൺയൂഷ്വൽ എക്സോട്ടിക് ഫ്ലോറിങ്സ്. അതെ, 7 വ്യത്യസ്തമായ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്ലോറിംഗ് നമ്മൾ ഇന്ന് വരെ കാണാത്തതും കേൾക്കാത്തതും ഇതിനകത്തുണ്ട്. അതേസമയം നമ്മൾ കണ്ടതും കേട്ടതും പക്ഷേ സ്ലൈറ്റ്ലി നെഗ്ലക്ട് ചെയ്ത ഫ്ലോറിങ്സും ഇതിനകത്തുണ്ട്. നമുക്ക് ഓരോന്ന് തുടങ്ങാം. ഈ ലിസ്റ്റില് 7th മോസ്റ്റ് അൺയൂഷ്വൽ ഫ്ലോറിംഗ് നമുക്ക് താഴേന്ന് തുടങ്ങാം. 7th മോസ്റ്റ് അൺയൂഷ്വൽ ഫ്ലോറിംഗ് ആണ് നാച്ചുറൽ റോക്ക് ഫ്ലോറിംഗ്സ്. നാച്ചുറൽ റോക്ക് ഫ്ലോറിംഗ്സിനകത്ത് ഗ്രാനൈറ്റിനെ ഉൾപ്പെടുത്തരുത്. ഗ്രാനൈറ്റ് ഇതിനകത്ത് വരത്തില്ല. ഗ്രാനൈറ്റ് യൂസ് ചെയ്യാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യത്തുമില്ല. ഗ്രാനൈറ്റ് ഈസ് എ ഫിനിഷ്ഡ് കേസ്. പക്ഷേ നാച്ചുറൽ ഫ്ലോറിംഗ്സിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കോട്ട സ്റ്റോൺ. കോട്ട സ്റ്റോണും കടപ്പ സ്റ്റോൺ അല്ലെങ്കിൽ താന്തൂർ സ്റ്റോൺ, ഈ 3 സ്റ്റോൺ ആണ് ഇതിനകത്ത് ഏറ്റവും പോപ്പുലർ സ്റ്റോൺ. പക്ഷേ ഈ പോപ്പുലർ സ്റ്റോൺസിന്റെ ഫിനിഷ്ഡ് വേർഷൻ അല്ല ഇതിന്റെ എക്സോട്ടിക് ആക്കുന്നത്. മറിച്ച് ഇതിന്റെ റഫ് സൈഡ്, അതായത് പാറയിൽ നിന്ന് ഇങ്ങനെ കീറിയെടുക്കുമ്പോൾ ഒരു സൈഡ് നാച്ചുറൽ ആയിട്ട് റഫ് ആയിട്ട് വരും. ആ സർഫേസ് നമ്മൾ ഈ പാറയുടെ യൂസ് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും എക്സോട്ടിക് ഫ്ലോറിംഗ്. ഈ ഫ്ലോറിംഗ് ആണ് വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ റിസോർട്ട്സിനും പല പബ്ലിക് പ്ലേസസിലും ഇടുന്നത്. കാരണം ഇതിന് തേയ്മാനമില്ല, പിന്നെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയാണ്. വീടുകളിലും ഇത് ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യൻ സെനാറിയോയിൽ ഇതിന് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള ഒരു അപ്രോച്ചാണ്. വേറെ ഒന്നിനും ഗതിയില്ലാത്തവൻ പോയി ഇത് മേടിച്ചുകൊണ്ട് വരുന്നു, ഇടുന്നു എന്ന് വെച്ച് റിസോർട്ട്സ് ഉപയോഗിക്കുന്നില്ലെന്നല്ല, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ജനറലി ഇറ്റ് ഈസ് എ നെഗ്ലക്റ്റഡ് ഫ്ലോറിംഗ്. കുറച്ച് ഇമേജസ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. So this was the 7th most exotic flooring. Now go to the 6th. ഇനി 6ാമത്തെ ഏറ്റവും റെയർ ആയിട്ടുള്ളതും അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സോട്ടിക് ടൈലിങ്ങിനകത്ത് വരുന്നതാണ് സിമെന്റ് ടൈൽസ്. ഇതിനകത്ത് സിമെന്റ് ഫ്ലോറിങ്ങും വരും. പക്ഷേ സിമെന്റ് ഫ്ലോറിംഗ് ഓഫ് കോഴ്സ് നല്ലതാണ്. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഒക്കെ എയർപോർട്ട്സ് വരെ സിമെന്റ് ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമെന്റ് ഫ്ലോറിങ്സ് അല്ല, സിമെന്റ് ഉപയോഗിച്ച് ചെയ്ത ടൈൽസ് ആണ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ആത്തൻകുടി ടൈൽസ്. ആത്തൻകുടി നമ്മുടെ കൊല്ലത്തു നിന്ന് വളരെ അധികം ദൂരമില്ല, തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. വേൾഡ് ഫേമസ് ആണ്. നല്ല വൈബ്രന്റ് സാച്ചുറേറ്റഡ് കളേഴ്സിൽ പല രീതിയിലുള്ള ടൈൽസ് ആത്തൻകുടിയിൽ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റും. 100% കസ്റ്റമൈസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ അവിടെ ചെന്ന് സെലക്ട് ചെയ്ത് ഓർഡർ കൊടുത്താലേ അവരത് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എക്സലന്റ് ഫിനിഷ്. നമ്മൾ ഒരു ട്രഡീഷണൽ വീഡിയോ ചെയ്ത് ആത്തൻകുടി ടൈൽസ് ഇട്ട് അതിന്റെ പുറത്ത് നമ്മൾ ജീവിക്കുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഒന്ന് വേറെ തന്നെ. അത് ഇട്ടവര് 100% ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കും. അല്ലാത്തവർ ഈ പിക്ചേഴ്സ്, ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് ശേഖരിച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. So that was the 6th most rare and unusual flooring for your house. The 5th most unusual flooring and most exotic flooring which is suitable for your body, നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനും ഏറ്റവും ഇണങ്ങിയ ഏറ്റവും നല്ല ഫ്ലോറിംഗിൽ ഒന്നാണ് ഈ 5ാമത് പറയുന്ന ഫ്ലോറിംഗ്. ഇത് നമ്മളിപ്പോൾ എങ്ങും ഉപയോഗിക്കാറില്ല. വടക്കേ ഇന്ത്യയിൽ എസ്പെഷ്യലി ഡെസേർട്ട് റീജിയനിൽ എക്സ്ട്രീം ഹീറ്റും എക്സ്ട്രീം കോൾഡും ഫേസ് ചെയ്യുന്ന റീജിയനിൽ ഇന്നും ഇത് കാണാം. ഞാൻ രാജസ്ഥാനിലും ഗുജറാത്തിലും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ ഫ്ലോറിംഗ് ആണ് മഡ് ഫ്ലോറിംഗ്, അല്ലെങ്കിൽ ചെളി വെച്ച് ചെയ്യുന്ന ഫ്ലോറിംഗ്. 3 മാസം 4 മാസം മേ ബി 6 മാസം ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. സോ എവറി 3 to 6 months ഇതിനെ ഫ്രഷ് കോട്ടിംഗ് ചെയ്യേണ്ടി വരും. ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് കൗഡങ് കോട്ടിംഗ്, അതായത് ചാണകം വെച്ചുള്ള ഫ്ലോറിംഗ്. ഈ ഫ്ലോറിംഗ് ഇന്നും രാജസ്ഥാനിലും ഗുജറാത്തിലും ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ 2 സ്ഥലത്ത് മാത്രം ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മോയ്സ്ചർ ഉള്ള സ്ഥലത്ത് ഈ 2 പ്രൊഡക്റ്റും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മോയ്സ്ചർ കയറും. അപ്പം എക്സ്ട്രീം ഹീറ്റ് ഉള്ള സ്ഥലത്ത് വളരെയധികം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ ഇതിന്റെ പുറത്ത് നടന്ന് നമ്മൾ ഇതിന്റെ പുറത്ത് ജീവിച്ചാൽ അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയും നമ്മുടെ ചിത്തിനെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു ഫ്ലോർ ആണ്. എക്സോട്ടിക് ആയിട്ടുള്ള പല റിസോർട്ടുകളും ആ പ്രദേശത്ത് ഇതേ ഫ്ലോറിംഗ് ആണ് കൊടുക്കുന്നത്. അതായത് ഒരു ദിവസം 25,000 മുതൽ 50,000 രൂപ വരെ ചാർജ് ചെയ്യുന്ന റിസോർട്ടുകളുടെ ഫ്ലോറിംഗ് ചാണകം വെച്ച് ചെയ്തതും മഡ് വെച്ച് ചെയ്തതുമാണ്. That was the 5th most exotic flooring for you. Keep watching and let's go to the 4th most rare and exotic flooring.
ഇനി ഫോർത്ത് മോസ്റ്റ് റെയർ ആൻഡ് എക്സോട്ടിക് ഫ്ലോറിംഗ്. ഫോർത്ത് മോസ്റ്റ് എക്സോട്ടിക് ആൻഡ് റെയർ ഫ്ലോറിംഗ് കേരളത്തിൽ ധാരാളം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഫ്ലോറിംഗ് ആണ്. ഇത് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റിയ ഒരു ഇതാണ്. അതേപോലെ ഈ ഫ്ലോറിംഗ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡെൻസ് ഫോറസ്റ്റേഷൻ ഉള്ള സ്ഥലത്തെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. യെസ്, യു മസ്റ്റ് ഹാവ് ഗെസ്ഡ് ഇറ്റ്, വുഡൻ ഫ്ലോറിംഗ്, അതായത് ഹാർഡ് വുഡ് ഫ്ലോറിംഗ്. ഹാർഡ് വുഡ് ഫ്ലോറിംഗ് വികസിത രാജ്യങ്ങളുടെ ഫേവറേറ്റ് ആണ്. എസ്പെഷ്യലി നോർത്ത് അമേരിക്ക, പസഫിക് സൗത്ത് വെസ്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഇഷ്ടം പോലെ തടികൾ, റോസ് വുഡ് തടികളും പൈൻ തടികളും എല്ലാം ധാരാളം വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് അവിടെ മാത്രമല്ല, ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഫോറസ്റ്റ് അത്യാവശ്യം ഉള്ള സ്ഥലത്തെല്ലാം ഈ ഫ്ലോറിംഗ് ഉപയോഗിക്കാറുണ്ട്. ഈ ഫ്ലോറിംഗ് നമ്മുടെ നാട്ടിലും വളരെ പോപ്പുലർ ആണ്. സ്വല്പം എക്സ്പെൻസീവാ, അതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല ഒരു ഫ്ലോറിംഗ് ആണ്. ഇനി ഈ ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലാസ്റ്റ് ഫ്ലോറിംഗ്, മഡ് ഫ്ലോറിംഗ്, വുഡൻ ഫ്ലോറിംഗ്, പിന്നെ ഇനി വരാൻ പോകുന്ന 3 ഫ്ലോറിംഗും അത് എന്തുകൊണ്ടാണ് എക്സോട്ടിക് ആവുന്നത് എന്നുള്ളതിന്റെ പുറകിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ട്. ആ ഫാക്റ്റും ഇനിയുള്ള 3 ഫ്ലോറിംഗും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കീപ് പോസ്റ്റഡ്. സബ്സ്ക്രൈബ് if you have not. Don't forget to like and share this video. Goodbye for now.